ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷപരമായ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളുടെയും പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ജനിച്ച സമയം, അതുപോലെ ജന്മമാസങ്ങൾ, അവരുടെ ഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ചുള്ള ജന്മസമയം, ഇതൊക്കെ വെച്ചായിരിക്കും അവർ ഉയർച്ചയും താഴ്ചയും അവരുടെ ഭാവി ഭൂതകാലങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുമ്പോൾ ഓരോ നക്ഷത്രങ്ങളുടെയും പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നക്ഷത്രങ്ങൾക്ക് അവരുടേതായ സമയമൊക്കെ നോക്കി ഗണിച്ചെടുത്തെങ്കിൽ മാത്രമേ അവരുടെ മുന്നോട്ടുള്ള ഉയർച്ചയും അതുപോലെ തന്നെ അവർക്കുള്ള നല്ല സാമ്പത്തിക നേട്ടവും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ അറിയുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പൊതുവായി എന്ന് പറയുന്നത്. ഏതായാലും 2026 മെയ് മാസത്തിൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രത്തിൽ പിറന്നവരെല്ലാം വലിയ ഉന്നതിയിലെത്തിയവരാണ്, വളരെ പ്രഗത്ഭരാണ്, അതുപോലെ തന്നെ രാജ്യത്ത് ഉന്നതിയിലിരിക്കുന്നവരാണ്. സിനിമയായാലും സീരിയലായാലും മറ്റു മേഖലകളിലൊക്കെ അവർക്ക് വലിയ നൈപുണ്യമുള്ള ആൾക്കാരാണ്. 2026 മെയ് 18 മുതൽ ആ നക്ഷത്രത്തിന് രാജയോഗമാണ് വരുന്നത്. ആ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തിന് വലിയ വലിയ പ്രത്യേകതകൾ ഉള്ള നക്ഷത്രമാണ്. സ്ത്രീയായാലും പുരുഷനായാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ചെറിയ തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ അനുഭവങ്ങൾ വലിയ വലിയ രീതിയിൽ അവർക്ക് വരും. ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നവർ ആ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കും. അതുപോലെ വലിയ യോഗങ്ങളാണ് ഈ മെയ് മാസത്തിൽ അവർക്ക് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ കഴിഞ്ഞിപ്പോട്ട് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിനും അതുപോലെ വിജയസാധ്യതകൾക്കുമൊക്കെയുള്ള സമയമാണ്. പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയിക്കും. മാതാപിതാക്കൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നു. സർവർക്കും സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരാണ് വിശാഖം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ ഈ യോഗം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ്. വീട് വയ്ക്കൽ, വാഹനം വാങ്ങൽ, അതുപോലെ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ തിരിച്ചെടുക്കൽ, വിവാഹം മുടങ്ങിയിരുന്നവരുടെ വിവാഹം നടത്തുക എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും കാണിക്കുന്നത്. അതുപോലെ നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, മറ്റുള്ള മേഖലകളിൽ ഡോക്ടർ, എഞ്ചിനീയർ, സിനിമ സീരിയൽ രംഗത്തുള്ളവർ, ഇവർക്കെല്ലാം നല്ല ഒരു രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ 2026 മെയ് 18 മുതൽ ഉള്ള സമയം എന്ന് പറയുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് ദൈവിക സാന്നിധ്യമുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ദൈവത്തിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കുബേര തുല്യമായ ജീവിതവും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും കുടുംബപരമായുള്ള ഉയർച്ചയും കുടുംബത്തിലെ സ്വത്തുക്കൾ ലഭിക്കുക, അല്ലെങ്കിൽ ഒരു വിവാഹം മുഖേന നല്ല രീതിയിലുള്ള ഉന്നതിയിൽ എത്തിച്ചേരുക. പുരുഷനായാലും സ്ത്രീ ആയാലും പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം, ഉപരിപഠനത്തിലുള്ള സമയമൊക്കെയാണ്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റവും അതുപോലെ തന്നെ ദൂരദേശത്തുണ്ടായിരുന്നവർക്ക് വീടിനടുത്തേക്കുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റവും ഒക്കെ വരുന്നൊരു സമയമാണ്. വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. ചിലർക്കൊക്കെ വീടിൻ്റെ വശങ്ങളൊക്കെ കെട്ടി വെച്ചിരുന്നെങ്കിൽ തന്നെയും അത് നടക്കാതിരുന്നവരുണ്ട്. സാമ്പത്തികത്തിന് പ്രശ്നം, ലോണുകൾ കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ജോലികളൊക്കെ നഷ്ടപ്പെട്ടവർ, അതൊക്കെ മാറി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തി കാത്തിരിക്കുന്നവർക്കും ഏറ്റവും നല്ല അനുയോജ്യമായ സമയമാണ്. സർക്കാർ ജോലികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയം വിശാഖ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. 2026 മെയ് 18 മുതൽ നിങ്ങളുടെ ജീവിതം മറ്റൊരു നിലയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്ര ദർശനങ്ങളും നടത്തണം. ദേവീക്ഷേത്രങ്ങളും ഹനുമാൻ ക്ഷേത്രങ്ങളും ഗണപതി ക്ഷേത്രങ്ങളും ഒക്കെ നടത്തി പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നവരുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. അതിരാവിലെ എണീച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. വീടിനടുത്ത് നല്ല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നല്ല രീതിയിലുള്ള ജീവിത മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ബിസിനസ്, കൃഷി, അതുപോലെ തന്നെ മറ്റു സംഗീത മേഖലകൾ, സിനിമ സീരിയൽ, വ്യവസായം, കുടിൽ വ്യവസായങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഇനി വരുന്നത്. അതുകൊണ്ട് അതൊക്കെ തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. വിശാഖ നക്ഷത്ര കൂടുതൽ ശ്രദ്ധിക്കുക. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തീ അതുപോലെ തന്നെ വൈദ്യുതിയൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇനി ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. മക്കളുടെ നടക്കാതിരുന്ന വിവാഹങ്ങളൊക്കെ നടക്കും. വിവാഹാലോചനകളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് ഇത് നല്ലൊരു സമയമാണ്. 2026 മെയ് 18 മുതൽ നല്ല അവസരങ്ങൾ വന്നു ചേരും. കുബേരതുല്യമായ ജീവിതം, അതും സാമ്പത്തിക നേട്ടങ്ങൾ, ലോട്ടറി ഭാഗ്യം, കൂടാതെ തന്നെ പൂർവിക സ്വത്തുക്കൾ ലഭിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്.
കൂടുതലായും ചിന്തിച്ച് തലകുഞ്ഞിരുന്നവർക്ക് ഒന്നും രക്ഷയില്ല എന്ന് കരുതിയിരുന്നവർക്ക് മാറ്റങ്ങൾ വരികയാണ്. വിദ്യാഭ്യാസത്തിനനുസരിച്ച് യോഗ്യതയുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനിരുന്നവർക്ക് തടസ്സം നേരിട്ടിരുന്നതൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗകയറ്റത്തിന് ഏറെ സാധ്യതയുണ്ട്. ഏറെ നാളായി വിവാഹം നടക്കാതിരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വിവാഹത്തിനുള്ള സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. അച്ഛനോടും അമ്മയോടും ഒപ്പം ഇരിക്കുവാനുള്ള ഒരുപാട് സമയമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ വീട്ടിൽ തന്നെയുള്ള പല വിഷയങ്ങളും പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ കുടുംബസമേതം പല സ്ഥലത്തും സന്ദർശനം നടത്താനുള്ളൊരു സമയമാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യമായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വിശാഖ നക്ഷത്രത്തിന് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല സമയങ്ങൾ വരുന്നൊരു സമയമാണ്. ജീവിതത്തിൽ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു, നടക്കാതെ പോയിരുന്നവർക്ക് വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നിട്ട് അത് പുതിയതാണോ പഴയതാണോ എന്നുള്ളതല്ല, അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു സാഫല്യം ആണ് വാഹനം വാങ്ങൽ എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകളും അരിഷ്ടതകളും ഒക്കെ മാറി നല്ലൊരു സമയത്തേക്ക്, ഒരു കുബേര തുല്യ ജീവിതത്തിലേക്ക് വിശാഖ നക്ഷത്രക്കാർ പോവുകയാണ്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ഈ 2026 വർഷം അവസാനത്തോടെ തന്നെ, ഈ മെയ് 18 തുടങ്ങി ആ തുടക്കത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയും. അവസാനത്തോടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ജോലി ലഭിക്കലും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. അതൊരു വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ മുടങ്ങിക്കിട്ടുന്ന വിവാഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. വിവാഹം നടക്കാതിരുന്നവർ, ഒരുപാട് വയസ്സ് കൂടിയിരുന്നവർ, അതൊക്കെ മാറി അവർക്ക് അനുയോജ്യമായ ഒരു വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു. വീട്ടിൽ അതുമൂലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. കുടുംബ സ്വത്തുക്കൾക്കുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ സ്വർണം പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും അതുപോലെ തന്നെ പഠനത്തിന് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനൊക്കെ സാധിക്കും. വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് നല്ല അനുയോജ്യമായ വിവാഹാലോചനകൾ മാത്രമല്ല, കുടുംബ സ്വത്തുക്കൾ, അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഇതൊക്കെ സംഭവിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ കാത്തിരുന്ന നിമിഷം എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 2026 മെയ് 18 മുതൽ നിങ്ങളുടെ ജീവിതമാറ്റങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ വർഷം അവസാനത്തോടെ എത്തുമ്പോൾ വിശാഖം നക്ഷത്രക്കാർ വേറൊരു തലത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കുന്നതും നല്ല രീതിയിലുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ ഏറെ കുറെ സഹായിക്കും എന്നുള്ളതാണ്. എല്ലാവരോടും മാന്യമായി ഇടപഴകുക, എല്ലാവരോടും സൗഹൃദമായി പോവുക എന്നുള്ളതാണ്. ആൾക്കാരോടും മറ്റുള്ള ആൾക്കാരോടും വിദ്വേഷങ്ങളൊന്നും വെച്ച് പുലർത്താൻ നിൽക്കരുത്. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാത്രികാല യാത്രകൾ ഒക്കെ ഒരുപാട് ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ വരാനുള്ള സമയത്ത് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി പണമൊക്കെ ചിലവാക്കുന്നതിൽ ഒരു മിതത്വമൊക്കെ പാലിക്കേണ്ടതുണ്ട്. അനാവശ്യ കൂട്ടുകെട്ടുകളൊന്നും കൂടെ കൊണ്ട് നടക്കേണ്ടതില്ല. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് വിശാഖം നക്ഷത്രക്കാർക്ക്. ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരുടെ പൊതുവായുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇത്രയും നേരം ഈ ജ്യോതിഷപങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.